ഹായ് എവരി വൺ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് C++നെ കുറിച്ചാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന എല്ലാ രീതിയിലുള്ള സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചാണ്. C++ ഇതേപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. 1983 മുതൽ 1985 വരെയുള്ള കാലഘട്ടത്തിൽ ജോൺ സ്ട്രോസ്ട്രപ്പ് എന്ന വ്യക്തിയാണ് C++ ഡെവലപ്പ് ചെയ്തത്. C++ എന്ന ലാംഗ്വേജിൻ്റെ എക്സ്റ്റൻഷനാണ്. അതായത് മുമ്പേ നിലനിന്നിരുന്ന C എന്ന ലാംഗ്വേജിൽ നിന്നാണ് C++ നിർമ്മിച്ചത്. C എന്ന ലാംഗ്വേജിൻ്റെ കൂടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റും അതേപോലെ ക്ലാസസിൻ്റെ കൺസെപ്റ്റും ആഡ് ചെയ്താണ് ജോൺ സ്ട്രോസ്ട്രപ്പ് C++ ഉണ്ടാക്കിയെടുത്തത്. 40 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഒന്നാണ് C++. നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് വിൻഡോസിലും ലിനക്സിലും ഉബുണ്ടുവിലും ഇതുപോലെയുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും C++ നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഗെയിംസ് മുതൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് വരെ നമുക്ക് C++ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. C++ൻ്റെ പല വേർഷൻ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ ഇത്രയും നേരം C++ൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും C++ൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് സംസാരിച്ചത്. ഇനി നമുക്ക് C++ൻ്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കാം. സോ ഞാനിവിടെ ഒരു സിമ്പിൾ C++ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. സോ നമുക്ക് ഈ പ്രോഗ്രാമിൽ പല കാര്യങ്ങൾ കാണാം. നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഓരോ പാർട്ടായിട്ട് അനലൈസ് ചെയ്യാം. ഈ പ്രോഗ്രാമിന് മെയിൻലി 4 പാർട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കമൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് ലൈനിൽ കാണുന്ന എ സിമ്പിൾ C++ പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ കമൻസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ഭാഗം പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. അതായത് നമ്മൾ സെക്കൻഡ് ലൈനിൽ കാണുന്ന #include iostream.h എന്ന് പറയുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ ഭാഗം മെയിൻ ഫംഗ്ഷനാണ്. അതായത് തേർഡ് ലൈനിൽ കാണുന്ന വോയിഡ് മെയിനും അതിനുശേഷമുള്ള 2 ബ്രാക്കറ്റും. ഫോർത്ത് ലൈനിലും 6th ലൈനിലുമായിട്ട് കാണുന്ന കേളി ബ്രാക്കറ്റ്സ് അഥവാ ബ്രേസസ് നമ്മുടെ ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഭാഗമാണ്. അതേപോലെ 5th ലൈനിൽ കാണുന്ന cout hello world എന്ന് പറയുന്നതാണ് 4th പാർട്ടായ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ നമുക്കിനി ഈ ഓരോ പാർട്ടിനെ കുറിച്ചും വ്യക്തമായി സംസാരിക്കാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നേരത്തെ കണ്ടതുപോലെ കമൻസ് ആണ്. കമൻസ് ശരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമല്ല. പക്ഷേ നമ്മുടെ പ്രോഗ്രാം നമ്മൾ പിന്നീട് നോക്കുമ്പോഴും അതേപോലെ പുറത്തുനിന്ന് വേറൊരാൾ നോക്കുമ്പോഴും നമ്മൾ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻസ് ഉപയോഗിക്കുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയാണ് നമ്മൾ കമൻസ് ഉപയോഗിക്കുന്നത്. കമൻസ് നമുക്ക് 2 രീതിയിൽ എഴുതാം. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ കമൻസ് ആണ്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തതുപോലെ നമ്മൾക്ക് ഒരൊറ്റ ലൈനിലായിട്ട് കമൻറ്റ് എഴുതുന്നതിനാണ് സിംഗിൾ ലൈൻ കമൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കമൻറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്താണോ എഴുതുന്നത് അതിന് മുമ്പ് 2 സ്ലാഷ് കൊടുക്കണം. രണ്ടാമത്തെ ടൈപ്പ് കമൻസ് എന്ന് പറയുന്നത് മൾട്ടി ലൈൻ കമൻസ് ആണ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈനിലായിട്ട് ഒരു കമൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി ലൈൻ കമൻസ് ആണ് ഉപയോഗിക്കുക. ഇങ്ങനെ കമൻറ്റ് എഴുതുമ്പോൾ ആദ്യം ഒരു /* കൊണ്ട് തുടങ്ങുകയും കമൻറ്റിൻ്റെ അവസാനം */ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യണം. ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. അതായത് #include iostream.h എന്നുള്ള ആ ലൈനാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് പാർട്ട്. ഇവിടെ iostream.h എന്ന് പറയുന്നത് ഒരു ഹെഡർ ഫയലാണ്. അതായത് നമ്മുടെ C++ൽ എന്തെങ്കിലും ഇൻപുട്ടോ ഔട്ട്പുട്ടോ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് iostream.h. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്ന് ഔട്ട്പുട്ട് നമ്മുടെ പ്രോഗ്രാമിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ iostream.h എന്ന ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ #include iostream.h എന്ന് കൊടുത്തത്. #include എന്ന് പറയുന്നത് നമുക്കൊരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൊടുത്തത്. ഇനി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയലിൻ്റെ പേര് നമ്മളൊരു ലെസ് സിമ്പിളിൻ്റെയും ഗ്രേറ്റർ സിമ്പിളിൻ്റെയും നടുക്കായിട്ടാണ് കൊടുക്കേണ്ടത്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിൻ ഫംഗ്ഷനെ കുറിച്ചാണ്.
നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ C++ പ്രോഗ്രാമിനും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാകുക നിർബന്ധമാണ്. സോ അടുത്തതായി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫോർത്ത് പാർട്ടിനെ കുറിച്ച് സംസാരിക്കാം, അതായത് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് cout hello world എന്നാണ്. നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ കൊടുത്തത്. ഇവിടെ coutഉം അതിന് ശേഷമുള്ള 2 ലെസ് ദാൻ സിമ്പിളും നമുക്ക് C++ൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് അതാണ് നമ്മൾ ഡബിൾ ബ്രേസസിനിടയിലായി കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാം ഹലോ വേൾഡ് എന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന്. അപ്പോൾ ഇവിടെ coutഉം അതിന് ശേഷമുള്ള 2 ലെസ് ദാൻ സിമ്പിളും നമുക്ക് C++ൽ എന്തെങ്കിലും ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ coutഉം അതിന് ശേഷമുള്ള 2 ലെസ് ദാൻ സിമ്പിളും ഉപയോഗിക്കുന്നത്. നമുക്ക് എന്താണോ ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കുന്നത്, എന്താണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് അതാണ് നമ്മൾ ഇവിടെ ഡബിൾ ബ്രേസസിനിടയിലായിട്ട് കൊടുത്തത്. എനിക്കിവിടെ ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് കൊണ്ട് ഞാനിവിടെ ഹലോ വേൾഡ് ഡബിൾ ബ്രേസസിനിടയിലായിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനമുള്ള സെമികോളനാണ്. C++ൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും സെമികോളൻ കൊണ്ട് അവസാനിപ്പിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു C++ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് വേരിയബിൾസിനെ കുറിച്ചും ഡാറ്റ ടൈപ്സിനെ കുറിച്ചുമാണ്. നമുക്കറിയാം നമ്മൾ C++ൽ നമ്മൾ കുറേ ഡാറ്റ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ C++ൽ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് വേരിയബിൾസിലാണ്. അപ്പോൾ നമ്മൾ വേരിയബിൾസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഡാറ്റകളാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്പേഴ്സ് ആവാം, ചിലപ്പോൾ ലെറ്റേഴ്സ് ആവാം, വേർഡ്സ് ആവാം. അങ്ങനെ പല തരത്തിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പല തരത്തിലുള്ള വേരിയബിൾസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയബിൾസിനെ കുറിച്ചും ഇതേപോലെ ഡാറ്റ ടൈപ്സിനെ കുറിച്ചുമാണ്. ആദ്യം തന്നെ നമുക്ക് ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ C++ൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും കളക്ഷനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 4 തരം ആൾക്കാരാണുള്ളത്. ആദ്യത്തെ ടൈപ്പ് ലെറ്റേഴ്സ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ലെറ്റേഴ്സും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിജിറ്റ്സ് ആണ്, അതായത് നമ്പേഴ്സ്, 1 മുതൽ 0 വരെയുള്ള നമ്പേഴ്സ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്. C++ൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ സൈഡിലായി കൊടുത്തിട്ടുണ്ട്. പിന്നെ 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വൈറ്റ് സ്പേസസ് ആണ്. വൈറ്റ് സ്പേസസ് എന്ന് പറയുന്ന നമ്മളെ സ്പേസ് ബാർ ഉപയോഗിച്ച് കൊടുക്കുന്ന സ്പേസ്, ടാബ്, പിന്നെ നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്ന നേരം വിടുന്ന സ്പേസ്, ഇങ്ങനെയുള്ള സ്പേസുകളെയാണ് നമ്മൾ വൈറ്റ് സ്പേസുകൾ എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് C++ലെ ടോക്കൻസ് എന്താണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ C++ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഏതൊരു ഭാഷയും പോലെ തന്നെയാണ് നമ്മൾ C++ഉം പഠിക്കുക. ടോക്കൻസ് എന്ന് പറയുന്നത് C++ൻ്റെ ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ഭാഷയുടെയും ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ആ ഭാഷയിലെ വാക്കുകളാണ്. അതേപോലെ തന്നെ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് ടോക്കൻസ്. ടോക്കൻസ് 3 തരത്തിലുണ്ട്. ആദ്യത്തെ ടൈപ്പ് ടോക്കൻസ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫയേഴ്സ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്സ് ആണ്. നമുക്ക് ഈ 3 ടൈപ്പ് ടോക്കൻസും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഡൻറ്റിഫയേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ C++ൽ നമ്മൾ യൂസേഴ്സ് കൊടുക്കുന്ന പേരുകളെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ആ പേരുകൾ നമുക്ക് വേരിയബിൾസിന് കൊടുക്കാം, കോൺസ്റ്റൻസിന് കൊടുക്കാം, ഫങ്ഷൻസിന് കൊടുക്കാം. ഇങ്ങനെയുള്ള നമ്മൾ യൂസേഴ്സ് ഉണ്ടാക്കുന്ന നെയിംസിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. പേര് കൊടുക്കുന്നത് നമ്മൾ യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഐഡൻറ്റിഫയേഴ്സിന് പേര് കൊടുക്കുന്നതിന് ചില റൂളുകളുണ്ട്. 4 റൂൾസാണ് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മളൊരു ഐഡൻറ്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ ലെറ്റേഴ്സോ നമ്പേഴ്സോ അണ്ടർസ്കോറുകളോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഐഡൻറ്റിഫയർ നെയിം തുടങ്ങുന്നത് ഒരു ലെറ്റർ വെച്ചായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ലെറ്റേഴ്സും നമ്പേഴ്സും അണ്ടർസ്കോറും നമുക്ക് നെയിമിങ്ങിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ നെയിം എപ്പോഴും തുടങ്ങുന്നത് ലെറ്റേഴ്സ് കൊണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഐഡൻറ്റിഫയർ നെയിം എന്ന് പറയുന്നത് ഒരു കീവേഡ് ആവരുത്. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് C++ കേസ് സെൻസിറ്റീവാണ്. അതുകൊണ്ട് നമ്മൾ
നെയിമിങ്ങിൽ ഏത് ലെറ്റർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് കീവേഡ്സിനെ കുറിച്ചാണ്. കീവേഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ C++ന് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് C++ൽ ഒരു സ്പെസിഫിക് മീനിങ് ഉണ്ട്. നമുക്ക് ഈ വേർഡ്സ് വേറൊരു ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കീവേഡ്സിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം മനഃപ്പാഠമാക്കണമെന്നില്ല. നമ്മൾ വഴിയെ ഓരോന്നും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പഠിക്കും. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വേരിയബിൾസ് ഉപയോഗിക്കും. അപ്പം ഓരോ ടൈപ്പിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ടൈപ്പിലുള്ള വേരിയബിൾസാണ് ഉപയോഗിക്കുക. അപ്പോൾ ഓരോ ടൈപ്പുള്ള വേരിയബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് C++ൽ 3 ടൈപ്പ് ഡാറ്റ ടൈപ്സ് ആണുള്ളത്. ആദ്യത്തേത് ബേസിക് ഡാറ്റ ടൈപ്സ്, രണ്ടാമത്തേത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, മൂന്നാമത്തേത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. സോ നമുക്ക് ആദ്യമായിട്ട് ബേസിക് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് സംസാരിക്കാം. ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് വെച്ചാൽ C++ൽ ആദ്യമേ ഇൻബിൽട്ട് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇവ 7 തരമാണുള്ളത്. അവയുടെ ചാർട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് CHAR ആണ്. CHAR എന്ന് വെച്ചാൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ലെറ്റർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും ഇൻറ്റിജർ ടൈപ്പ് തന്നെയാണ്. ആദ്യത്തേത് ഷോർട്ട് ഇൻറ്റ്, രണ്ടാമത്തേത് ഇൻറ്റ്, മൂന്നാമത്തേത് ലോങ് ഇൻറ്റ്. അതായത് നമുക്ക് ഇൻറ്റിജർ വാല്യൂസ്, നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഡാറ്റ ടൈപ്സും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷമുള്ള 3 ആൾക്കാർ, അതായത് ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ, ഇവ 3 നമുക്ക് ഡെസിമൽ വാല്യൂസ്, അതായത് പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ഡാറ്റ ടൈപ്സും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വേരിയബിൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 ടേംസാണ് ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും. ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് വെറുതെ ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ആ വേരിയബിൾ ഉണ്ടാക്കുന്നതോട് കൂടി നമ്മൾ അതിലേക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യുകയൂടെ ചെയ്താൽ അതിനെ നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കും. ഇവിടെ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഫോർമാറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ വേരിയബിളിൻ്റെ പേര് എഴുതണം. പിന്നെ നമ്മളിതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് സെമികോളൻ കൊണ്ട് അവസാനിപ്പിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതേ സ്ഥാനത്ത് നമ്മളൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേ സ്റ്റെപ്പ് പിന്തുടരുക. ഡാറ്റ ടൈപ്പ് കൊടുക്കുക, വേരിയബിളിൻ്റെ പേര് കൊടുക്കുക, അതിനുശേഷം ഈക്വൽ ടു സൈൻ കൊടുത്തതിന് ശേഷം എന്താണോ നമുക്ക് ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അത് നമ്മളവിടെ കൊടുക്കുക. അതിനുശേഷം സെമികോളൻ കൊണ്ട് അവസാനിപ്പിക്കുക. ഇതാണ് നമ്മൾ ഡിക്ലറേഷൻ ചെയ്യാനും ഇനീഷ്യലൈസേഷൻ ചെയ്യാനും വേണ്ടി ഫോളോ ചെയ്യേണ്ട ഫോർമാറ്റ്. ഇനി ഞാനിവിടെ 3 എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്ലോട്ട് സം എന്നാണ്. ആദ്യത്തെ എക്സാമ്പിൾ, അതായത് ഞാൻ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള സം എന്ന് പേരുള്ള ഒരു വേരിയബിളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ സം എന്ന് പറയുന്ന വേരിയബിൾ ഡെസിമൽ ടൈപ്പാണ്. അതായത് എനിക്ക് സം എന്ന് പറയുന്ന വേരിയബിളിൽ ഡെസിമൽ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. എനിക്ക് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയാൽ ഞാൻ ഇൻറ്റ് എൽ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വേരിയബിൾ ഉണ്ടാക്കുന്നതോട് കൂടെ ഞാൻ അതിലേക്ക് 50 എന്ന് പറയുന്നൊരു വാല്യൂ എൻ്റർ ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എൽ എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളാണ്. അതിൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സോ ക്യാരക്ടേഴ്സോ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നമുക്ക് ഇൻറ്റിജർ നമ്പേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവ രണ്ടുമാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ള എക്സാമ്പിൾസ്. നമ്മൾ ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമുകളിലും ക്ലാസ്സുകളിലും ഇവയെക്കുറിച്ച് കൂടുതലായി പഠിക്കും. നമ്മൾ കൂടുതൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കും. ഇനി ഈ വീഡിയോയിൽ അവസാനമായി എനിക്ക് പറയാനുള്ളത് ബാക്കി വരുന്ന 2 ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സും രണ്ടാമത്തേത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സും. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസേഴ്സ് നമ്മുടെ ഇഷ്ടത്തിനുണ്ടാക്കുന്ന ഡാറ്റ ടൈപ്സിനാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് C++ൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ഡാറ്റ ടൈപ്സിനെയാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിൻ്റെ എക്സാമ്പിളാണ് സ്ട്രക്റ്റ്, യൂണിയൻ, അതേപോലെ തന്നെ ക്ലാസ്.
ഇതേപോലെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിൻ്റെ എക്സാമ്പിൾസാണ് അറേ, പോയിൻറ്റേഴ്സ്, ഫങ്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇവയൊക്കെ എന്താണെന്ന് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വ്യക്തമായി പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നാൽ മതി. ഇവയൊക്കെ ഇനി നിങ്ങൾ അടുത്ത പ്രോഗ്രാമിലൊക്കെ കാണുമ്പോൾ ഇവരാരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ മതി. നമ്മൾ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാജുവലി ഇത് പഠിച്ചു വരികയുള്ളൂ. C++ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലാംഗ്വേജാണ്. സമയമെടുത്തേ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത്രയുമാണ് എനിക്ക് C++ൻ്റെ ഡാറ്റ ടൈപ്സിനെ കുറിച്ചും വേരിയബിൾസിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.